വിവാദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ തൃശൂർ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം തസ്തികയിൽ ജോലിയിൽ പ്രവേശിച്ച് ഈഴവ സമുദായ അംഗമായ KS അനുരാഗ്. ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെയാണ് നിയമനം. നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ജോലിയിൽ പ്രവേശിക്കാനായതെന്നും പിന്തുണ നൽകിയ എല്ലാവർക്കും നന്ദി പറയുന്നതായും അനുരാഗ് പ്രതികരിച്ചു. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ ആദ്യമായി നിയമിതനായ ഈഴവ സമുദായ അംഗമായ തിരുവനന്തപുരം സ്വദേശി ബാലുവിന് നേരിടേണ്ടി വന്ന ജാതി വിവേചനം, തുടർന്നുണ്ടായ എതിർപ്പുകൾ, ബാലുവിന്റെ പിന്മാറ്റം, അതേ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങൾ, ഒടുവിൽ നിയമ പോരാട്ടം. ഏറെ പ്രതിസന്ധികൾ മറികടന്നാണ് ചേർത്തല സ്വദേശി KS അനുരാഗ് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകസ്ഥാനത്തേക്ക് എത്തുന്നത്. വൈകിട്ട് 4 മണിയോടെ അനുരാഗ് ജോലിയിൽ പ്രവേശിച്ചു. മാതാപിതാക്കൾക്കൊപ്പം ക്ഷേത്രത്തിലെത്തിയ അനുരാഗ് പിന്തുണച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞു. നമുക്ക് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് അപ്പീൽ ചെയ്തത് രഞ്ജിത്തമ്മ വക്കീലാണ്. അദ്ദേഹത്തിനും കൂടാതെ അമൽ സാറ്, ഒരുപാട് പേരുണ്ട് കൂടെ വന്നത്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരിലും പിന്തുണയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇത് സന്തോഷം. അനുരാഗിന്റെ നിയമനത്തിനുള്ള തടസ്സം നീക്കി ഹൈക്കോടതി ഉത്തരവിട്ടതിന് പിന്നാലെ നിയമന ഉത്തരവ് ഉടൻ ദേവസ്വം ബോർഡിന് നിയമോപദേശം ലഭിച്ചിരുന്നു. അടിയന്തര ബോർഡ് യോഗം ചേർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു. കഴകസ്ഥാനം പാരമ്പര്യാവകാശമാണെന്ന് വാദിച്ചവർക്ക് കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതി ഉത്തരവ്. ഇനിയെങ്കിലും ഇതിൽ നിന്ന് പിന്മാറി, എതിർക്കുന്നവർ അതിൽ നിന്ന് പിന്മാറി നമ്മളെല്ലാവരും സഹകരിച്ചു പോകുന്ന ശാന്തിയും സമാധാനമുള്ള നമ്മുടെ നാടിന് വേണ്ടി എല്ലാവരെ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ സവർണ സമുദായങ്ങൾക്ക് പുറത്തു നിന്നൊരാൾ കഴകം ജോലി ചെയ്യാൻ എത്തിയതോടെയാണ് KDRB വഴി നിയമനം ലഭിച്ച ബാലുവിനും അനുരാഗിനും കടുത്ത എതിർപ്പ് നേരിടേണ്ടി വന്നത്. വാര്യർ സമുദായാംഗങ്ങളുടെ പാരമ്പര്യാവകാശമാണ് ഈ ജോലിയെന്നും തെക്കേവാര്യം കുടുംബമാണ് ഇത് നിർവഹിച്ചു വരുന്നതെന്നും കാണിച്ച് ഇരിങ്ങാലക്കുട സ്വദേശി TV ഹരികൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.